السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا. أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان محذورا. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധമായ ഇസ്ലാം ദീനിൻ്റെ അടിസ്ഥാന ആദർശ ശിലയാണ് തൗഹീദ്. ആ തൗഹീദിൻ്റെ പരമമായ ശബ്ദമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നുകൂടെ വിശദീകരിച്ചു പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന മഹത്തായ ആശയം. അഥവാ സകല ഇബാദത്തുകൾക്കും അർഹൻ അല്ലാഹു തആല മാത്രമാണെന്നും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് പുറമെയോ അല്ലെങ്കിൽ ആ റബ്ബിൻ്റെ കൂടെയോ മറ്റൊരു മഖ്ലൂക്കിനും സൃഷ്ടികൾക്കും ഇബാദത്ത് കൊടുക്കാൻ പാടില്ല എന്നും വളരെ കണിശമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിൻ്റെ പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു സുന്നത്തിൽ അഥവാ അത് രേഖപ്പെടുത്തിയ ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു മഹത്തായ ആശയ ആദർശത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ ഒരു നൂറ്റാണ്ട് ജീവിച്ചിട്ടുള്ളത്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തുമായി കടന്നു വരുന്നതിന് മുമ്പ് അല്ലാഹു തആലക്ക് മാത്രമായി ഇബാദത്തുകൾ അർപ്പിക്കുന്നതിന് വേണ്ടി പടുത്തുയർത്തപ്പെട്ട പരിശുദ്ധ കഅബാലയത്തിനകത്ത് അല്ലാഹുവിൻ്റെ കൂടെ അവൻ്റെ ശരീക്കുകളായി അമ്പിയാക്കളെയും മുർസലീങ്ങളെയും ഔലിയാക്കളെയും ഒക്കെ വിളിച്ച് തേടുകയും ഇസ്തിഗാസ ചെയ്യുകയും അവരുടെ മുമ്പിൽ നേർച്ചകൾ, അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവരിൽ തവക്കുൽ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു തആലയിലേക്ക് നേർക്ക് നേരെ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ മാത്രം പരിഹാരമാവുകയില്ല, മറിച്ച് അല്ലാഹു തആലയുടെ ഇഷ്ടദാസന്മാരായ ഈ അമ്പിയാ മുർസലുകളോട് നമ്മുടെ വേവലാദികൾ, സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ നമ്മൾ പറയുകയും അവർ അല്ലാഹു തആലയിലേക്ക് ഏറ്റവും അടുത്തവരായതുകൊണ്ട് അല്ലാഹു തആലയിൽ നിന്ന് നമുക്ക് അവർ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ആവശ്യമായ രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്തു തരികയും എന്ന് വിശ്വസിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തിന് വിരുദ്ധമാണ്. അഥവാ ആ മഹത്തായ സത്യത്തെ തമസ്കരിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായ ഷിർക്ക് അഥവാ അല്ലാഹു തആലയിൽ പങ്കു ചേർക്കുക എന്ന കഠോരമായ ഒരു പാപമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അല്ലാഹു തആലയുടെ സിഫാത്തുകളെ കുറിച്ച്, അസ്മാകളെ കുറിച്ച്, അവൻ്റെ ദാത്തിനെ കുറിച്ച്, അവൻ്റെ അഫ്ആലിനെ കുറിച്ച്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ പൂർണ്ണമായും അവർ പഠിപ്പിച്ചു കൊടുത്തു. അതിൻ്റെ ഭാഗമായി അവർ ഹൃദയത്തിൽ അല്ലാഹു തആലയെ കൃത്യമായി തൃപ്തിപ്പെടുകയും അങ്ങനെ ജീവിതത്തിൽ അല്ലാഹു തആലയിലേക്ക് ഇടപിടിച്ചിരുന്ന മധ്യവർത്തികളെ മുഴുവൻ ഒഴിവാക്കുകയും അങ്ങനെ പൂർണ്ണമായും അല്ലാഹു തആലയോട് മാത്രം
അവരുടെ പ്രാർത്ഥനകളും സഹായത്തേട്ടങ്ങളും മറ്റു എല്ലാ ഇബാദത്തുകളും അവർ അർപ്പിക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുമ്പിലുള്ള ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ പ്രാമാണികമായി നമ്മൾ പഠിപ്പിക്കുന്ന ആദർശം. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, കേരളത്തിൽ ഈ ഒരു ആശയത്തിന് വിരുദ്ധമായി അല്ലാഹു തആല മാത്രം പോരാ നമ്മുടെ പ്രശ്നപരിഹാരങ്ങൾക്ക്, മറിച്ച് അല്ലാഹു തആല തൃപ്തിപ്പെട്ട അംബിയാ മുർസലുകളും വേണം. അതുകൊണ്ട് തന്നെ അവരെ ഇടയാളന്മാരാക്കി അള്ളാഹുവിലേക്ക് അടുക്കാം, അവരോട് തന്നെ നേർക്ക് നേരെ സഹായം തേടാം, അവരോട് അല്ലാഹു തആലയോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരൂ എന്ന് പറയുന്ന ആ തവസ്സുലും ഇസ്തിഹാസയും ഒക്കെ ചെയ്യാം എന്ന് വാദിക്കുകയും അത് പുണ്യകർമ്മമാണ് എന്ന് പറയുകയും എന്നിട്ട് അതിനു വേണ്ടി ധാരാളം ആയത്തുകളും അതേപോലെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്യുകയും എന്തിനേറെ മുൻഗാമികളായ മദ്ഹബിന്റെ ഇമാമുകളുടെയും അവരോടനുബന്ധമായി കടന്നു വന്ന ആ മദ്ഹബിലെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളുമെല്ലാം വളച്ചൊടിക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹു തആലക്ക് മാത്രമായി നൽകേണ്ട ആ മാത്രത്തിൽ വെള്ളം ചേർക്കാൻ വേണ്ടി കടന്നു വന്ന ആളുകൾ പലതരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളുമായി വരാറുണ്ട്. അതിൽപ്പെട്ട ഒരു ദുർവ്യാഖ്യാനം സോഷ്യൽ മീഡിയയിലും അല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അത് കാണാനിടയായി. അതുകൊണ്ട് തന്നെ ഈ ആശയം അല്ലെങ്കിൽ ഈ നിലപാട് സമസ്ത 926 രൂപീകരിച്ച കാലഘട്ടം മുതൽ തന്നെ അവർ എഴുതി വെച്ചതും അവർ പ്രചരിപ്പിക്കുന്നതുമാണ്. ഇന്നും അത് തന്നെയാണ് അവർ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും എന്നതുകൊണ്ട് ആ വീഡിയോ നമുക്കൊന്ന് ഇൻഷാ അള്ളാഹ് വളരെ ഗൗരവത്തിൽ ഒന്ന് കേൾക്കാം. നമ്മുടെ നാട്ടിലുള്ള മുജാഹിദീങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് മഹാന്മാരൊക്കെ തവസ്സുലാക്കുന്നത്, എന്തിനാ അവരെ ഇടയാളന്മാരാക്കുന്നത്? നിങ്ങൾക്ക് നേരിട്ട് തന്നെ അള്ളഹാനോട് ചോദിച്ചാൽ പോരെ? കണ്ടനാടിയേക്കാൾ അടുത്തിട്ടല്ലേ അള്ള ഉള്ളത്? അലൈസല്ലാഹു ബി കാഫിന് അബ്ദഹു എന്നല്ലേ, പിന്നെന്തിനാ മഹാന്മാരെ നിങ്ങൾ കൂട്ടുപിടിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഇതിന് നമുക്ക് മുജാഹിദ് മൗലവിമാരുടെ മറുപടി ഒക്കെ മാറ്റി വെച്ചിട്ട് ഇമാമിങ്ങൾ എന്താണ് മറുപടി പറഞ്ഞത് നോക്കാം. ഏത് ഇമാമാണെന്നറിയാം? മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേര് യഹ്യ എന്നാണ്. ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ് അദ്ദേഹം. ഹിജറ വർഷം 631 അദ്ദേഹത്തിന്റെ ജനനം. വഫാത്ത് ഹിജറ വർഷം 676 അഥവാ ഹിജറ വർഷം 1277 ലോകപ്രശസ്ത ഹദീസ് പണ്ഡിതനാണ്, കർമ്മശാസ്ത്ര വിശാരദനാണ്, ഭാഷാ പണ്ഡിതനാണ്, അതേപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. നമുക്കറിയാം സുപ്രസിദ്ധമായ സഹീഹ് മുസ്ലിമിന്റെ ഷറഹ് മുസ്ലിം എന്ന പേരിൽ വിഖ്യാതമായ ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അതേപോലെ തന്നെ ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധമായ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് മിൻഹാജു താലിബീൻ. ആ മിൻഹാജു താലിബീനിന്റെ രചയിതാവുമാണ് അദ്ദേഹം. അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ഷറഹുൽ മുഹദ്ദബ് അതും രചിച്ചിട്ടുള്ളത് അൽ മുഹദ്ദബ് എന്ന ഗ്രന്ഥത്തിന്റെ ഷറഹായിക്കൊണ്ട് ഷറഹുൽ മുഹദ്ദബ് എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളതും മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെയാണ്. കേട്ടല്ലോ, ഇമാം ആരാണെന്ന് നിങ്ങൾ പരിചയപ്പെട്ടു. ഈ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷറഹുൽ മുഹദ്ദബിന്റെ 8ാം വാള്യത്തിന്റെ 256 പേജിൽ പറയുന്ന ഒരു കാര്യം നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിൽ നമ്മളെ സിയാറത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഏത് രൂപത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നൊക്കെ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ അവിടുത്തെ ഷറഹുൽ മുഹദ്ദബിൽ വിശദീകരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ثم يرجع الى موقفه الاول قبالة وجه رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖാമുഖം നോക്കുന്ന രൂപത്തിൽ ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ നിൽക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? വയതവസ്സുലു ബിഹി ഫി ഹഖി നഫ്സിഹി. നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പല കാര്യങ്ങളുണ്ടല്ലോ, അതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കണം, ഇടയാളനാക്കണമെന്ന്. പിന്നെ മുമ്പ് അദ്ദേഹം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പോരിശ മനസ്സിലാക്കാൻ വേണ്ടി ഹുസൈൻ സലഫിയുടെ ഒരു ചെറിയ തുണ്ടൻ ക്ലിപ്പിട്ടുകൊണ്ട് ഇമാം നബവിയുടെ കിതാബിനെ പരിചയപ്പെടുത്തിയിരുന്നു. ഇമാം നബവി മഹാനായ പണ്ഡിതനാണ്, വലിയ പ്രഗത്ഭനായ പണ്ഡിതനാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഹുസൈൻ സലഫിയുടെ ഒരു വീഡിയോ കേൾപ്പിച്ചിട്ട് അദ്ദേഹം പിന്നീട് എന്തിനാണ് ആ ഒരു വീഡിയോ കേൾപ്പിക്കുന്നത്? അദ്ദേഹം പ്രചരിപ്പിക്കാനിരിക്കുന്ന ഈ ഒരു പിഴച്ച വിശ്വാസം അതിനു വേണ്ടി ഒരു ഊന്നുവടിയായി ഒരു എന്താ പറയാ, ഹുസൈൻ സലഫിയെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രഭാഷകന്മാർ പോലും അംഗീകരിക്കുന്ന ഒരാളാണ്. അപ്പോ വെറുതെ ഞങ്ങള് ഷെയ്ഖ് എന്ന് പറയല്ല, ഇവർ വരെ അതിനെ വലിയ ഇമാമായി അംഗീകരിക്കുന്നുണ്ട് എന്നൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പണി ചെയ്യുന്നത്. അതിന് ഞങ്ങൾക്ക് പറയാനുള്ള ഒന്നാമത്തെ മറുപടി, ഈ ഖവാരിജുകൾ പിഴച്ച ഒരു നിലപാടുമായി
അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കടന്നു വന്നപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അവരുമായി മുഖാത്തബ നടത്താൻ വേണ്ടി പോയി, സംവാദം നടത്താൻ വേണ്ടി പോയി. അല്ലെങ്കിൽ അവരെ വിളിച്ചു കയറ്റിയിട്ട് അവർക്ക് ഈ ആശയാദർശത്തിന്റെ അപകടം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, വിശദീകരിക്കാൻ വേണ്ടി പോയി. അന്ന് അവരുടെ വാദം കേട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്താണ്? കലിമത്തു മിനൽ ഹക്ക്, നിങ്ങളുടെ കലിമത്ത് വാക്ക് വളരെ സത്യമാണ്, പക്ഷെ ഉരീദു ബിഹിൽ ബാത്തിൽ, അതിന്റെ ഉദ്ദേശം മുഴുവനും ബാത്തിലാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ വാക്ക് സത്യമാണ്, ഇമാം നബവിയുടെ കിതാബിൽ അങ്ങനെ ഉണ്ട്. എന്നാൽ അതിന് ഉദ്ദേശം എന്താണ്? അത് ബാത്തിലാണ്. കാരണം ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയോ അല്ലെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു ഉലമാക്കളോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിഷമങ്ങൾ പറയുകയും അല്ലെങ്കിൽ അപരാധികൾ പറയുകയും എന്നിട്ട് അവർ അള്ളാഹു തആലയിലേക്ക് ഞങ്ങളെ കാര്യങ്ങൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പരിഹരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ആളുകളെ അല്ല. ഷാഫി മദ്ഹബ് അങ്ങനെ പ്രചരിപ്പിക്കുന്ന പോലുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇമാമും ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാനും പറ്റൂല. പക്ഷേ ഇത്തരത്തിലൊരു ഇബാറത്ത് ഈ ഗ്രന്ഥത്തിൽ കൊടുത്തു എന്നത് ശരിയാണ്. പക്ഷേ ആ ബഹുമാന പണ്ഡിതനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയോടുള്ള സകല ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് സലഫികളായ മുജാഹിദീങ്ങളായ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ള മറുപടി എന്താണ്? അദ്ദേഹം അത് കൃത്യമായി സ്വഹാബത്തിന്റെ ഇത്തിബായിലൂടെയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന ആ വിഷയത്തിൽ കൃത്യമായി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പിൻപറ്റാം. പക്ഷെ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പറയണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 ഖുലഫാ റാഷിദീങ്ങളായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അഥവാ ഖുർആൻ കൊണ്ടും സ്വഹീഹായ ഹദീസ് കൊണ്ടും സ്വഹാബത്തിന്റെ കൃത്യമായ അസർ കൊണ്ടും അത് സ്ഥിരപ്പെടണം. അങ്ങനെ സ്ഥിരപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് പണ്ഡിതന്മാരെ പറഞ്ഞാലും സ്വീകരിക്കേണ്ടതുള്ളൂ. ഇമാം നബവിയുടെ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനും ഷാഫി മദ്ഹബിന്റെ നിർമ്മാതാവുമായ, അല്ലെങ്കിൽ ഷാഫി മദ്ഹബ് എന്ന ആ മദ്ഹബ് അറിയപ്പെടുന്നത് മഹാന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിലാണ്. ആ മഹാന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കാര്യം ദീനിൽ പറയുകയാണെങ്കിൽ അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിനെ മനസ്സിലാക്കിയ സ്വഹാബത്തിന്റെ മൻഹജ് അനുസരിച്ചു കൊണ്ടാണ് അത് പറയുന്നത് എങ്കിൽ നമുക്കത് സ്വീകരിക്കേണ്ടുള്ളൂ. ഇല്ലെങ്കിലോ അദ്ദേഹം പോലും പറഞ്ഞത് എന്താണ്? എന്റെ കൗലോ എന്റെ ഫേലുകളോ എന്റെ ഫത്വകളോ അന്ധമായി നിങ്ങൾ ഒരിക്കലും പിൻപറ്റാൻ പാടില്ല, ഞാനത് എന്തിനടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് നിങ്ങൾ പരിശോധിക്കണം എന്നാണ്. അപ്പൊ ഇവിടെ ഇമാം നബവി തങ്ങളാകട്ടെ, മറ്റുള്ള ഏത് കിതാബുകൾ വന്ന കാര്യമാകട്ടെ, ഇനി ഈ പറയാൻ പോകുന്ന ഉത്തബിയുടെ കഥയാകട്ടെ, അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് മഴയ്ക്ക് വേണ്ടി തേടിയ ആ ഒരു സംഭവങ്ങളാകട്ടെ, ഇതെല്ലാം പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയണം. പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് സ്വീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഖുർആനിൽ പറഞ്ഞതാണ്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ നിങ്ങൾ മടക്കേണ്ടത് അള്ളാഹുലേക്കും അവന്റെ റസൂലിലേക്കുമാണ്. അഥവാ അള്ളാഹുവിന്റെ ഖുർആനിലും റസൂലുള്ളാഹിയുടെ സുന്നത്തിലും ആ വിഷയത്തിൽ എന്തു പറഞ്ഞു അത് വ്യക്തമായി റിപ്പോർട്ട് ചെയ്ത സ്വഹാബത്തിന്റെ അസർ ഇവിടെ ഉണ്ട്, അവരെ ഇജ്മാ ഇവിടെ ഉണ്ട്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കഥ രേഖാമൂലമല്ലെങ്കിൽ അത് സ്വീകരിക്കേണ്ട ആവശ്യം മുസ്ലിം ഉമ്മത്തിനില്ല, അഹ്ലുസുന്ന വൽ ജമാഅക്കില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദീങ്ങൾ അത്തരത്തിലുള്ള കഥകളെ, അത്തരത്തിലുള്ള ഹിക്കായത്തുകളെ, ആ ബഹുമാനം, പണ്ഡിതന്മാരുടെ ബഹുമാനവും ആ കിതാബും ഒക്കെ നമ്മൾ ആദരിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യും? നമ്മൾ മാറ്റിവെക്കും. നബവി ഈലാഹില്, നബവി അദിക്കാറില്, നബവി ശറഹ് മുഹദ്ദബില് ഇവിടെയൊക്കെ എഴുതി നബിയുടെ ഖബറിലേക്ക് പോയിട്ട് നബിയെ വിളിച്ചിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന്, ശുപാർശ തേടണമെന്ന്. എന്താ പറയാ നിങ്ങൾ? എന്താ മറുപടിയാണ്? തേടാന്നോ? നബി തേടിയത് കൊണ്ട് നമുക്ക് തേടാന്നോ? പറഞ്ഞുകൊണ്ട് തേടാന്നോ? അങ്ങനെ ഒരു കാര്യം നമ്മളോട് സ്വീകരിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ഇതാ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ. ഈ മൗലവിമാരൊക്കെ ജനിക്കുന്നതിന്റെ 1000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഈ മാലോകർക്ക് പറഞ്ഞുകൊടുത്ത ഇമാം നബവി റളിയല്ലാഹുവിനെ എത്ര ലാഘവത്തോടു കൂടിയാണ് ഇവർ തള്ളിക്കളഞ്ഞത്. ഹൗലായി ശുഫാഉന ഇൻദല്ലാഹി എന്നുള്ള ആയത്ത് ഇവരെക്കാളും കൂടുതൽ പഠിച്ച ആളല്ലേ ഇമാം നബവി തങ്ങൾ. ഉജീബ് ദഅവത ദാഇ ഇദാ ദഅാനി എന്ന് പറയുന്ന ആയത്ത് ഇവരെക്കാളും കൂടുതൽ പഠിച്ച ആളല്ലേ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു. കണ്ടനാടിയേക്കാൾ അടുത്ത ആളാണെന്ന് പറയുന്ന ആശയം
ഇവരെക്കാളും കൃത്യമായി പഠിച്ച ആളല്ലേ ഇമാം നബവി റളിയല്ലാഹു അൻഹു. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുല് ചെയ്യണം, അവിടുത്തെ ഇസ്തിശ്വാ നടത്തണം എന്ന് കൃത്യമായി ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു. നമുക്ക് ഈ മാമിങ്ങളെ പിന്തുടരാം. മൗലവിമാരോട് തൽക്കാലം മാറി നിൽക്കാൻ പറയും. ഈ മാമിങ്ങളൊക്കെ പോയി സ്വർഗത്തിലേക്ക് നമുക്ക് പോകാം. ഈ മൗലവി അതുകൊണ്ട് അത്തരത്തിലുള്ള ആ കഥകളോടുള്ള ഹിക്കായത്തുകളോടുള്ള ഞങ്ങളുടെ സമീപനം അതാണ് എന്ന് ആമുഖമായി ഒന്നാമതായി പറയുകയാണ്. ഇനി രണ്ടാമതായി കൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അല്ലെങ്കിൽ ഒരു മുറാദ് ഹാസിലായി കിട്ടാൻ നമ്മൾ ജീവിതകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിൽ വന്നിട്ടുണ്ട്. കാരണം അവരുടെ നേതാവാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പരാതിയായാലും പ്രശ്നങ്ങളായാലും ആവശ്യങ്ങളായാലും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ സഹാബികൾ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് പോയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്കൊക്കെ അറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി അധികാരമേറ്റെടുത്തു. ആ അധികാരമേറ്റെടുത്ത സമയത്ത് മൂന്ന് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അതിൽ ഒന്ന്, ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വത്തിൽ അവകാശമുണ്ട് എന്നും വാപ്പാന്റെ സ്വത്തിൽ അവകാശമുണ്ട്, കാരണം ഖുർആൻ പറഞ്ഞതാണ് അനന്തര സ്വത്ത് എന്ത് ചെയ്യണം, മക്കൾക്ക് കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മരുമകനായ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നു. സ്വത്ത് ആവശ്യപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തില്ല. അവര് തർക്കിച്ചു. അഹ്ലു ബൈത്തിന് ഒരിക്കലും അനന്തരം എടുക്കാൻ പാടില്ല എന്ന് സിദ്ദീഖ് അക്ബർ തങ്ങൾ പറഞ്ഞപ്പോ അവർ ഖുർആന്റെ ആയത്തോതിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിന്റെ ഗനീമത്ത് സ്വത്തായി, അതേപോലെ അത് ഇസ്ലാമികമായ ഏതെങ്കിലും മറ്റുള്ള മാർഗങ്ങളിലേക്കുള്ളതാണ്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആ ഹദറത്തിൽ നിന്ന് പിണങ്ങിയാണ് അവർ പോയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള വാക്ക് വ്യക്തമായി അറിയുന്ന ആളാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താണ്? എൻ്റെ മകൾ ഫാത്തിമ, അവൾ എൻ്റെ കരളിലെ കഷ്ണമാണ്. അവളെ ആര് വേദനിപ്പിക്കുന്നുവോ അവർ എന്നെ വേദനിപ്പിച്ചു, അവളെ ആര് സന്തോഷിപ്പിക്കുന്നുവോ അവർ എന്നെ സന്തോഷിപ്പിച്ചു എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിന് വേദന ഉണ്ടാകുന്ന ഒരു കാര്യം അത് ഉണ്ടായാൽ അത് വലിയ പ്രശ്നമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്തൊരു പ്രയാസമാണ്. എങ്കിൽ സഹോദരങ്ങളെ, ഈ മുസ്ലിയാർ പറഞ്ഞതുപോലെ ഈ സമസ്തക്കാരായ ഈ സക്കാഫികളും ഫൈസിമാരും ഉദവികളും ഈ ഖുറാഫി മുസ്ലിയാക്കന്മാർ ഈ പറയുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്ത് അള്ളാഹു തആലയുമായി ഇടപഴകുന്നതിൽ ഏറ്റവും അഫ്ളലായ രീതി റസൂലുള്ളാഹിന്റെ ഖബറിനടുത്ത് വരിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കിയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തആലയോട് ഞങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടണേ എന്ന് പറയാൻ വേണ്ടിയുള്ള ഇസ്തിശ്ഫാ ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ ഒരിക്കലും രേഖയാണെങ്കിൽ, അതാണ് സുന്നത്തായ കാര്യമെങ്കിൽ, ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യേണ്ടത്? ജീവിതകാലത്ത് നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകളെ വേദനിപ്പിക്കുന്നത് സങ്കടമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയേണ്ടത്, മക്കളെ ഒരു മിനിറ്റ് ഇവിടെ നിൽക്കിട്ടോ, ഞാൻ ഒന്ന് പാപ്പാനോട് ചോദിച്ചിട്ട് വരാം. ആയിഷ റളിയല്ലാഹു അൻഹ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. പെർമിഷൻ വേണ്ട, നേർക്ക് നേരെ വീട്ടിൽ കണ്ട് കയറിച്ചല്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് മറവ് ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് നേരെ ചെന്നിട്ട് ആ ഖബർ അവിടെ ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ നിന്നിട്ട് യാ റസൂലല്ലാഹ്, നിങ്ങളുടെ മകളും മരുമകനും ഇവിടെ വന്നിട്ടുണ്ട്, സ്വത്ത് ചോദിച്ച് തർക്കിക്കുന്നുണ്ട്, ആയത്തോതി തർക്കിക്കുകയാണ്. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, അവർ പിണങ്ങിയാണ് പോയത്. അതുകൊണ്ട് നബിയെ ഈ വിഷയത്തിൽ എനിക്കൊരു മസാല പറഞ്ഞു തരൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന് മറുപടി പറയില്ലേ? അങ്ങനെ ഒരു സംഭവം ഇവരെ പാഠപുസ്തകത്തിലെങ്കിൽ ഇവർ പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്ക്, സമസ്തക്കാരുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഇനി അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ജമൽ യുദ്ധം നടന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു എതിർപക്ഷത്ത് ചേർന്നു പോയി. കാര്യം മനസ്സിലാക്കി തിരിച്ചു മടങ്ങിയെങ്കിലും അവിടെ ഈ ഒരു പ്രശ്നം നടന്നപ്പോൾ ഇതിന്റെ ഹക്ക് എന്താണ്, ഇതിന്റെ ബാത്തിൽ എന്താണ്, ഞാൻ ഏത് പക്ഷത്ത് നിലനിൽക്കണം, വിട്ടുനിൽക്കണോ എന്ന് സ്വന്തം വീട്ടിലാണല്ലോ ഹബീബിന്റെ ഖബറുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചൂടെ? ജീവിതകാലത്ത് എന്ത് കാര്യത്തിനും റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വന്നവർ വഫാത്തിന് ശേഷം എന്തിനേറെ ജീവിതകാലത്തിന് അവിടുത്തെ അസാന്നിധ്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അസാന്നിധ്യത്തിൽ അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് സഹായം തേടിയോ? ഒരു യാത്രക്കിടയിൽ രണ്ട് സ്വഹാബികൾക്ക്
ജനാപത്തുണ്ടായി. അപ്പോൾ കുളിക്കാൻ വെള്ളമില്ല. അപ്പോൾ കുളിക്ക് പകരമുള്ള തയമ്മം ചെയ്താൽ മതി എന്നവർക്കറിയാം. ഒരു സഹാബി മണ്ണിൽ കിടന്ന് ഉരുണ്ടു, വേറെ സഹാബി മണ്ണിലടിച്ചുകൊണ്ട് കൈപ്പടങ്ങളും മുഖവും തടവി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തിയപ്പോൾ പ്രശ്നം ചോദിച്ചു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മസാല പറഞ്ഞു കൊടുത്തു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കും, കാണും, അറിയും, വിഷമങ്ങൾ പരിഹരിച്ചു തരുമെങ്കിൽ ആ സാഹചര്യത്തിൽ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞാൽ പോലെ, റബിയെ ഞങ്ങൾ ആ 2 പ്രശ്നത്തിലാണ്, ഇതിൽ എന്താണ് സത്യമായ മസാല? അപ്പൊ വഫാത്തിന്റെ മുമ്പാകട്ടെ വഫാത്തിന് ശേഷമാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അവര് അള്ളാഹു റസൂലിന്റെ അടുത്ത് വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വഫാത്തിന് ശേഷം ഇല്ല. അങ്ങനെ ഒരു സംഭവം പ്രമാണികമായി തെളിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാം നബവി എന്നല്ല മറ്റേത് പണ്ഡിതന്മാരും ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് ഒതുവെടുത്ത് വരണമെന്നും എന്നിട്ട് അവിടേക്ക് തിരിഞ്ഞുകൊണ്ട് അതവജ്ജഹുക ഇലാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ഈ വിഷയത്തിൽ ഇടപെടാൻ പറയണം എന്നും പറയുന്ന സംഭവം പ്രാമാണികമായി ഒരിക്കലും സ്വഹാബത്തിന്റെ അസറും തെളിയാത്തത് കൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ ചോദിക്കൽ എന്താണ്? ഇവർക്ക് വിവരമില്ലേ? ഇവർ പണ്ഡിതന്മാരല്ലേ? ഇവർക്ക് വലിപ്പമില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഏത് മഹാന്മാരായ പണ്ഡിതന്മാരാകട്ടെ അവരാരും അവരുടെ കൗലിനെയോ അവരുടെ ഫിഅലുകളെയോ അവരുടെ ഫത്വകളെയോ ഒന്നും അന്ധമായി നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. പ്രമാണങ്ങൾ എന്തു പറയുന്നു അത് നോക്കിയിട്ട് സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പിന്നെ ആ വിഷയത്തിൽ എന്ത് വിശ്വാസമുള്ളത്? അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പാടില്ല. കാരണം വളരെ വ്യക്തമായി കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനിസിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനിസിന്റെ 18-ാമത്തെ ആയത്താണ്. ആ ആയത്തിന്റെ അർത്ഥം ഞാൻ അമാനി മൗലവിയുടെ തഫ്സീർ എന്ന് വായിച്ചാൽ ഈ സമസ്തക്കാര് മൗലവിമാര് പറഞ്ഞു കൊടുക്കുന്നത് അത് വഹാബികൾ എഴുതിണ്ടാക്കിയ ഖുർആൻ പരിഭാഷയാണ്. ഓർക്ക് എന്തും പറഞ്ഞുകൊണ്ടേ. ഇബ്നു തൈമിയ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് വായിച്ചാൽ പറയുന്നത് അത് വഹാബിയുടെ നേതാവാണ്, അയാൾ ഇതിനെതിരാണ്, അവിടെ മൂപ്പർ അതിനനുസരിച്ച് എഴുതിയാന്ന് പറയും. ഞാൻ ഇൻഷാ അള്ളാഹ് വായിക്കാൻ പോകുന്ന മലയാള പരിഭാഷ അത് കോഴിക്കോട് വലിയ കാദി ഇമ്പിച്ചിക്കോയ തങ്ങൾ എഴുതപ്പെട്ട ഖുർആൻ പരിഭാഷ അൽ ബയാൻ, അതിന്റെ 274-ാമത്തെ പേജ്, അതിന്റെ പഴയ എഡീഷൻ. പുതിയ പരിഭാഷ പതിപ്പുണ്ടെങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ വ്യക്തമായി കൊണ്ട് അദ്ദേഹം പറയുന്ന അർത്ഥം ഞാനൊന്ന് വായിച്ചു കേൾപ്പിച്ചതാണ്. നമ്മുടെ പ്രശ്നമല്ലല്ലോ. എന്താണ്? വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്. അള്ളാഹുവിനെ വിട്ട് തങ്ങൾക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്ത ചില വസ്തുക്കളെ അവർ ആരാധിക്കുന്നു. ഇവ അള്ളാഹു ഇങ്കൽ തങ്ങളുടെ ശുപാർശക്കാരാണ് എന്നവർ പറയുകയും ചെയ്യുന്നു. കണ്ടോ? അപ്പൊ ഇബ്രാഹിം നബിന്റെ ബിംബം, ഇസ്മായിൽ നബിയുടെ ബിംബം, ലാത്ത മനാത്ത ഹുബൽ ഉസ്സ പോലെയുള്ള ആളുകളുടെ രൂപത്തിലുള്ള കല്ലുകൾ, ഈ ഫോട്ടോകൾ, അതിന്റെ മുമ്പിൽ പോയി അവരെന്ത് പറയും? സങ്കടം പറയും, അവർ വിഷമങ്ങൾ പറയും. എന്നിട്ട് എന്താണ് അവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? അള്ളാഹു തആലയാണ് ഇബ്രാഹിം നബി എന്നാണോ? പടച്ചോനാണ് ഈസാ നബി എന്നാണോ? അല്ലെങ്കിൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനെ പോലെ എല്ലാ കഴിവുള്ള ധാതു സിഫത്തോ ഫാലൊക്കെ ഇസ്മായിൽ നബിക്ക് ഉണ്ട് എന്നാണോ? അല്ല. ലാത്ത മനാത്ത ഹുബൽ ഉസ്സയാണ് ഞങ്ങൾക്ക് അന്നം തരുന്നതാണോ? അല്ല. ഇതെന്താണ് അവർ വിശ്വസിക്കുന്നത്? സാക്ഷാൽ അള്ളാഹു തആലയിലേക്ക് അടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇവരെ ഇടയിൽ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പൊ ഇവർക്ക് സ്വയം കഴിവില്ല, ഇവർക്ക് അള്ള കൊടുത്ത കഴിവുണ്ട് എന്ന് ഇന്നത്തെ സമസ്തക്കാർ പറയുന്ന പോലെ മക്കത്തെ ജാഹിലുകളും പറഞ്ഞിട്ടുണ്ട്. ആ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവരെ ഇടപെടുത്തുന്നത്. അപ്പൊ അള്ളാഹു തആല അവരോട് ചോദിക്കണം എന്താരോ? നിങ്ങൾക്ക് ഉപകാരോപദ്രവം ചെയ്യാത്ത, കാണാത്ത, കേൾക്കാത്ത, ജീവിതത്തിൽ നിങ്ങളെ വിഷമങ്ങൾ ദുആ കേട്ട് ഉത്തരം ചെയ്യാൻ കഴിയാത്ത ഇവരെ എന്തിനാണ് നിങ്ങൾ വിളിക്കുന്നത്, ആരാധിക്കുന്നത്, പിന്നെ ഇബാദത്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവരെ മറുപടി അതാണ്. ഇന്ന് നമ്മളെ നാട്ടിലൊരു ഖബറിന്റെ അടുത്ത് പോയിട്ട് ആ ഖബറ് മൂടി അവിടെ കുറച്ച് എണ്ണ പിന്നെ ഒഴിച്ച് അവിടുന്ന് കുറച്ച് എണ്ണയൊക്കെ എടുത്ത് ശരീരത്തിൽ പുരട്ടി എന്നിട്ട് ആ ഖബറിനെ തലക്കുമ്പുറത്തിരുന്ന് തൻ്റെ വിഷമങ്ങളൊക്കെ ആ ഖബറിലെ മഹാനോട്, ആ വലിയനോട് പറയുന്ന ഒരു സുന്നി സ്ത്രീയെ അല്ലെങ്കിൽ ഒരു സമസ്തയിൽപ്പെട്ട ഒരു ഇക്കാക്കാനെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കി, എന്തിനാണ് ഇത്താത്ത, എന്തിനാണ് ഇക്കാക്ക നിങ്ങൾ ഈ മമ്പർത്തെ തങ്ങളെ ഖബറിന്റെ പുറത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്തിനാ തങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ സങ്കടം പറയണത്? അപ്പൊ പറയുന്നത് എന്താരോ? നമ്മളൊക്കെ ഒരുപാട് തെറ്റ് ചെയ്യണമാണ് കുട്ടിയെ.
നമുക്കത് ഒരുപാട് പോരായ്മകളുണ്ട്. ഓല് മഹാന്മാരാണ്, അള്ളാഹിന്റെ ഔലിയാക്കളാണ്. ഓർക്ക് അള്ളാഹു താല കറാമത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓല് അള്ളാഹുലേക്ക് അടുത്തവരാണ്. അതുകൊണ്ട് നമ്മളെ കാര്യം ഓരോട് പറഞ്ഞാൽ ഓല് അള്ളാഹുലേനോട് പറയും, അല്ലാതെ പോലെ ആരും പടച്ചവരാണ് എന്ന അർത്ഥത്തിലല്ല. കണ്ടോ, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തൗഹീദ് പറയുമ്പോൾ എന്തൊരു മറുപടിയാണോ ആ ജാഹിലുകൾ പറഞ്ഞത്, അതേ മറുപടിയാണ് ഇന്നത്തെ സമസ്തയിലെ സാധാരണക്കാരായ ഈ ആളുകൾ പറയുന്നത്. അവർ ജാഹിലീങ്ങളാണ്. ഇനി മാത്രമല്ല, വ്യക്തമായി കൊണ്ട് തന്നെ ഒന്നുകൂടെ 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 3-ാമത്തെ ആയത്തിലൂടെ ഒന്നുകൂടെ വ്യക്തമായി അല്ലാഹു തആല പറയാണ്. എന്താ? വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. എന്താണ്? വല്ലദീന തഖദൂ മിൻ ദൂനി ഔലിയാ. എത്ര വ്യക്തമാണ്. ഇതിനും പിന്നെ അർത്ഥം ഞാൻ മുജാഹിദ് പരിഭാഷയിൽ വായിക്കുന്നില്ല. ഇത് ഞാൻ വായിക്കുന്നത് KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, സമസ്തയുടെ സ്ഥാപക നേതാക്കന്മാരിൽപ്പെട്ട പണ്ഡിതനാണ്. നിഷേധിക്കാൻ പറ്റൂല, തള്ളാൻ പറ്റൂല. KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ ഫത്ഹുർ റഹ്മാൻ എന്ന് പറയുന്ന ഖുർആൻ പരിഭാഷ. എന്താണ് ഫത്ഹുർ റഹ്മാൻ? അതിന് 5-ാമത്തെ വാള്യം, 5 വാള്യം. ആ വാള്യത്തിലെ 93-ാമത്തെ പേജിൽ ഈ ആയത്തിൽ അദ്ദേഹം കൊടുക്കുന്ന അർത്ഥം കേട്ടോളൂ. അള്ളാഹുവിനെ കൂടാതെ ആരാധ്യ വസ്തുക്കളെ സ്വീകരിക്കുന്നവരാകട്ടെ അവരോട് അവർ പറയുന്നു, അള്ളാഹുവിലേക്ക് അവർ ഞങ്ങളെ ശരിയായി അടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇതിന് അല്ലാഹു തആല ഉപയോഗിച്ച പദേത വല്ലദീന തഖദൂ മിൻ ദൂനി ഔലിയാ. അള്ളാഹുവിനെ കൂടാതെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചവർ. എന്താ ഈ ഔലിയ എന്ന് പറഞ്ഞാൽ? ഔലിയ എന്ന് പറയണമെങ്കിൽ അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കാത്ത ഒരാൾക്ക് ഔലിയ എന്ന് പറയാൻ പറ്റുമോ? കേവലം ഒരു കല്ലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ദൈവമാണെങ്കിൽ ഒരിക്കലും ഇവർ വിളിച്ച് ആരാധിച്ച അല്ലെങ്കിൽ പ്രാർത്ഥിച്ച നേർച്ച കൊടുത്ത ഈ പറഞ്ഞ വസ്തുക്കൾ വേറെ ഏതോ കല്ലോ ദൈവങ്ങളോ ആണെങ്കിൽ ഇവിടെ അല്ലാഹു തആല എന്തിനാണ് അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചവരെന്ന് പറയേണ്ട ആവശ്യം? അപ്പൊ അവിടെ ഔലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഇഷ്ടദാസന്മാരാണ്. ആരാ ഇഷ്ടദാസന്മാര്? അവർ വിളിച്ചു തേടിയവർ ആരെയാ? ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ലാത്ത മനാത്ത ഹുബൽ ഉസ്സ, തഫ്സീറിൽ അള്ളാഹു പിന്നെ സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞവരാണ്. പിന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലഘട്ടത്തിലെ അറിയപ്പെട്ടു പോകുന്ന വദ്, സുവാ, യഊഖ്, യഊസ്, നസ്ർ പോലെയുള്ള എല്ലാ സ്വാലിഹീങ്ങളും അല്ലാത്ത ഇഷ്ടജനങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളുമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ച ആളുകളുടെ വാദം എന്താണ്? മാന അബ്ദുഹും, ഞങ്ങൾ ഇവർക്ക് ആരാധന അല്ലെങ്കിൽ ഇബാദത്ത്. എന്താ ഇബാദത്ത്? അദ്ദുആഉൽ ഇബാദ, ദുആ ഇബാദത്താണ്. അപ്പൊ ഈ ദുആ ഞങ്ങൾ കൊടുക്കുന്നില്ല, ഈ ഇസ്തിഗാസ ഞങ്ങൾ ചെയ്യുന്നില്ല, ഈ നേർച്ച ഞങ്ങൾ കൊടുക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. ഉണ്ടോ? വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇബ്നു തൈമിയ, മുഹമ്മദ് അബ്ദുൽ വഹാബ് ഒക്കെ പറഞ്ഞ കിതാബ് എടുത്ത് വായിച്ചാൽ പറയുന്നത് അത് വഹാബികളല്ലേ, ഓർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പോലെ അങ്ങനെയൊക്കെ പറയുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഇങ്ങനെ ഖബർ കെട്ടിപ്പൊക്കുകയും എന്നിട്ട് ആ ഖബറിന്റെ മുകളിൽ പട്ടിട്ട് മൂടുകയും ആ ഖബറിന്റെ അടുത്ത് വന്ന് അതിനെ തൊടുകയും അല്ലെങ്കിൽ അതിന്റെ അടുത്തിരുന്നു കൊണ്ട് ഭവ്യതയോടുകൂടി ആദരവോടുകൂടി ഈ മഹാൻ കേൾക്കും കാണും അറിയുമെന്ന വിശ്വാസത്തിൽ അവിടെ പോയിട്ട് അതിനെ ആദരിക്കുകയും ചെയ്യുന്ന ഈ ആദരവ് ആരാധനയാണെന്നും മക്കത്തെ മുശ്രിക്ക് ചെയ്തിരുന്ന തനിച്ച ശിർക്കിന് തുല്യമായ കാര്യമാണ് എന്നും ഇബ്നു തൈമിയ്യ അല്ല പറയുന്നത്, മറിച്ച് ഇമാം റാസി എന്ന് ഇവര് തന്നെ ഷാഫി മദ്ഹബിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ തന്നെ വ്യക്തമായി കൊണ്ട് പറയുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയും. ഇമാം റാസി തങ്ങൾ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വ്യക്തമായി കൊണ്ട് തന്നെ ഈ പറഞ്ഞ സൂറത്ത് യൂനുസിലെ ഈ 18-ാമത്തെ ആയത്തുണ്ടല്ലോ, വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹി എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്ക് കേട്ടോളൂ. എന്നാ പിന്നെ ഈ മുസ്ലിയാർ ഇവിടെ പറഞ്ഞത് നമുക്ക് തനിച്ച ദുർവ്യാഖ്യാനമാണ് എന്നും മാത്രമല്ല ആ കിതാബുകളിൽ അങ്ങനെ രേഖപ്പെടുത്തിയ ഒരു മഹാന്മാരും അള്ളാഹുവിന്റെ റസൂലിനെ അവരെ പ്രശ്നത്തിന് ഇടപഴപ്പിച്ചിട്ടില്ല എന്നും വ്യക്തമായി മനസ്സിലാവും. കേട്ടോളൂ. ഇന്നഹും വലഉ ആദിൽ അസ്നാമ വൽ ഔസാന അലാ സുവരി അംബിയാഇഹിം വഅഖാബിരിഹിം വസഅമു അന്നഹും മതസ്തഅലു ബിഇബാദത്തി ആദിഹി തമാസിൽ ഫഇന്ന ഉലൈകൽ അകാബിറു യകൂനു ശുഫാഅൻ ലഹും ഇൻദല്ലാഹി തആല. എന്താ പറയുന്നത്? മക്കയിലെ മുശ്രിക്കുകൾ അവരിൽപ്പെട്ട ഒരു പ്രധാനി മരണപ്പെട്ടു കഴിഞ്ഞാൽ, അവരിൽപ്പെട്ട പ്രധാനി ആരാ? അവരെ നാട്ടിലെ വലിയൊരു ഔലിയ
അല്ലെങ്കിൽ വലിയൊരു സ്വാലി, വലിയൊരു പണ്ഡിതൻ, ആ നേതാവ് മരിച്ചാൽ അവരുടെ രൂപം അവരെന്ത് ചെയ്യും? കൊത്തി ഉണ്ടാക്കും, ഫോട്ടോ പോലെ, അല്ലെങ്കിൽ സനമൻ അല സൂറത്തിഹീന, ഒന്നുകിൽ കല്ല് അല്ലെങ്കിൽ സൂറ പോലെ ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് അവർ നാട്ടി വെച്ചിട്ട്, ആ കാബാലയത്തിന്റെ ഉള്ളിൽ നാട്ടി വെച്ചിട്ട് അതിന്റെ അടുത്ത് പോയി അതിനെ ആദരിക്കും. അതിനു മുമ്പിൽ പോയി സങ്കടങ്ങൾ പറയും, അതിനു മുമ്പിൽ നേർച്ച വഴിപാടുകൾ കൊടുക്കും. അങ്ങനെ അവരോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും, ഫഇന്ന ഉലൈകൽ അകാബിറ യകൂനു ശുഫാഅഹും ഇൻദല്ലാഹ്, സാക്ഷാൽ അല്ലാഹു തആലയിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവർക്ക് ഈ പണികളൊക്കെ ചെയ്യുന്നത്. ഇത് ശിർക്കാണെന്ന കാര്യത്തിൽ സമസ്തക്കാർക്ക് തർക്കമല്ലല്ലോ, ഇല്ല. ഒരു മൂല്യം ഇതിനെ ശിർക്കല്ല എന്ന് പറയില്ല. ഇത് ആരാധനയാണ്, ഇത് ഇബാദത്താണ്, ഇത് തനിച്ച ശിർക്കാണ് എങ്കിൽ രണ്ടാമത്തെ ഖണ്ഡികയിൽ ഇമാം നബവി റാസി പറയുന്നത് കേട്ടോളൂ. വനളീറുഹു ഫീ ഹാദ സമാനി ഇസ്തിഗാലു കസീറു മിനൽ ഖൽഖി ബിതഅലീമിൽ ഖുബൂരിൽ അകാബിരി قبور الأكابر على اعتقاد أنهم إذا غلموا قبورهم فإنهم يكونون شفاعا لهم عند الله. ഇമാം റാസിയുടെ തഫ്സീറായ തഫ്സീറിലെ 4-ാം വാള്യം 572-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. വനളീറു ഫി ഹാദ സമാൻ, ഈ മക്കത്തെ മുശ്രിക്ക് ചെയ്ത ഈ കുഫ്രി ഷിർക്കിനെ പറ്റി പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, വനളീറുഹു ഫി ഹാദ സമാൻ, ഈ കാലഘട്ടത്തിലും ചില ആളുകൾ ഉണ്ട്. ഇസ്തിഗാലു കസീറു മിനൽ ഖൽഖി, അള്ളാഹുവിന്റെ പടപ്പുകളിൽപ്പെട്ട ധാരാളം ആളുകൾ വ്യാപൃതരായിട്ടുണ്ട്. എന്താണ് വ്യാപൃതരായ പണി? എന്താണ് അവരുടെ പണി എന്ന് ചോദിച്ചാൽ, അവര് ഇസ്തിഗാലു കസീറു മിനൽ ഖൽഖി ബിതഅലീമിൽ ഖുബൂരിൽ അകാബിർ, ഖബറുകളുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും? ആ ഖബറുകളെ വന്ദിക്കും, ആ ഖബറുകളോട് അമിതമായ ഒരു പ്രത്യേകമായ ആദരവും ബഹുമാനം കാണിക്കും. ഖബറ് സന്ദർശിക്കുക എന്നതും ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നതും സുന്നത്താക്കപ്പെട്ടൊരു കാര്യമാണ്. അത് മരണചിന്ത ഉണ്ടാകാനും ഭൗതിക ജീവിതത്തോട് വിരക്തി ഉണ്ടാകാനും ആഖിറത്തെ ഓർമ്മയുണ്ടാകാനും വേണ്ടിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഖബർ സിയാറത്ത് സുന്നത്താൻ. പക്ഷെ ഇത് മഹാത്മാക്കളുടെയും അല്ലാത്തവരുടെയും പ്രത്യേകമായ ഖബറുകൾ കെട്ടിപ്പൊക്കി വലിയ മിനാരങ്ങളും കുബ്ബകളും ഉണ്ടാക്കി അവിടെ ഒരു വ്യവസായം തന്നെ നടക്കുകയാണ്. ആളുകൾ അങ്ങോട്ട് തീർത്ഥാടകരായി ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി വരികയാണ്. അങ്ങനെയുള്ള ആ ഖബറിനെ പറ്റിയാണ് ഇമാം റാസി പറയുന്നത്, ഈ കാലഘട്ടത്തിലും ചില പടപ്പുകൾ മക്കത്തെ മുശ്രിക്ക് ചെയ്ത തനിച്ച പ്രവർത്തനത്തിനോട് വ്യാപൃതരായിട്ടുണ്ട്. വനളീറു ഫി ഹാദ സമാനി ഇസ്തിഗാലു കസീറു മിനൽ ഖൽഖി ബിതഅലീമിൽ ഖുബൂരിൽ അകാബിരി അല അത്തിഖാദി അന്നഹും ഇദാ ഗല്ലമു ഖുബൂറഹും, ഈ ഖബറിലുള്ള ആൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഈ മൂടുന്നത്, ഇവിടെ നിന്നിട്ട് സങ്കടം പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവരെ മറുപടി എന്താ അറിയോ? അവർ പറയും, ഞങ്ങൾ അല്ലാഹു തആലയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോ ഇതിൽ നിന്ന് വ്യക്തമാണ് മുസ്ലിയാരെ, പണ്ഡിതന്മാരെ, നിങ്ങൾ ഈ പറഞ്ഞ പ്രവർത്തനം അഹ്ലുസുന്നah വൽ ജമാഅയുടെ പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടതേയല്ല. ഇനി മാത്രമല്ല, നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, നമ്മുടെ വിഷമങ്ങൾ നമുക്ക് പൂർണ്ണമായും പറയാൻ നമുക്ക് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, അല്ലാഹു തആലയിലാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ ബലമേൽപ്പിക്കുക എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ ബലമേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ ബലമേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ലാത്ത മനാത്ത ഹുബൽ ഉസ്സയുടെ പേരിൽ ബലമേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എങ്കിൽ അത് ബോധ്യപ്പെട്ട് മാറിയ മഹാന്മാരായ സ്വഹാബികൾ അവരാരും പിന്നീട് ഒരിക്കലും ബദരീങ്ങളോടോ ഉഹ്ദീങ്ങളോടോ ഖൈബരീങ്ങളോടോ സാക്ഷാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുമ്പ് അവിടുത്തെ അസാന്നിധ്യത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്തിട്ടില്ല, ഇസ്തിഗാസ ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഇടയാളന്മാരാക്കിയിട്ടില്ല. എന്നാൽ ജീവിതകാലത്ത് അവർ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിൽ ദുആകൾ അവർ നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ വഫാത്തിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് ഉദ്ധരിക്കുന്ന ആ കഥ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത സ്പീച്ചിൽ നമ്മളത് വിശദീകരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം സഹോദരങ്ങളെ, റഹ്മാനായ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന്, അവന്റെ മഗ്ഫിറത്തിൽ നിന്ന്, അവന്റെ എല്ലാ നിലക്കുമുള്ള ആ ഒരു സാമീപ്യത്തിൽ നിന്ന് പടപ്പുകളെ മുഅ്മിനീങ്ങളെ അകറ്റിക്കൊണ്ടുപോകാൻ വേണ്ടിയല്ലാതെ ഈ മുസ്ലിയാക്കന്മാര് പ്രവർത്തിക്കുന്നില്ല.
അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ ആണ്ടായും ഉറൂസായും നേർച്ച വഴിപാടുകളും ഖുതുബിയത്തും അതുപോലെ തന്നെ മൗലിദും റാത്തീബും ഹദ്ദാദുകളും ഈ പറഞ്ഞ രൂപത്തിലുള്ള നാരിയത്ത് സ്വലാത്ത്, കമാലിയത്ത് സ്വലാത്ത്, ഷാദുലി റാത്തീബുകളും ഇത്തരത്തിലുള്ള എല്ലാ ഉറുക്ക് നേലസ് കച്ചവടങ്ങളൊക്കെ നടന്നെങ്കിലേ അവരുടെ ഉദര പൂർത്തീകരണം നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഉമ്മത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ ഉമ്മത്തിന്റെ മുതുകത്ത് മേഞ്ഞു നടക്കുന്ന ഈ പുരോഹിതന്മാരായ നാൽക്കാലികളെ പിടിച്ചു കെട്ടാൻ, ഇരുകാലികളെ പിടിച്ചു കെട്ടാൻ നമ്മൾ തയ്യാറാകണം. പ്രമാണങ്ങൾ കൊണ്ട് അവരെ നേരിടണം. അവർക്കൊരു പ്രമാണവും ഈ വിഷയത്തിലില്ല. കാരണം ഖുർആൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അല്ലാഹു തആലക്ക് പുറമെ അല്ലെങ്കിൽ അവന്റെ കൂടെ അല്ലാഹു തആലക്ക് മാത്രമായി നൽകേണ്ട ആ റബ്ബിന് നൽകുന്ന സഹായത്തേട്ടം, അവനോടുള്ള പ്രാർത്ഥന, ഇബാദത്ത്, ഇതിന് മറ്റുള്ളവർക്ക് നൽകാൻ ലാ ബുർഹാന ലഹു, ഒരു തെളിവില്ല എന്ന് കട്ടായമായി ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ പറയാനും യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങളുടെ കട്ടുനോട്ടങ്ങൾ അറിയുന്ന ആ നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്ന അല്ലാഹു തആലയുണ്ട്. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവൻ നമ്മുടെ കണ്ണനാടിയേക്കാൾ അടുത്തവനാണ്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അല്ലാഹു ഉറക്കമില്ല മയക്കമില്ലാത്തവനാണ്. അവനാണ് യഥാർത്ഥത്തിൽ എല്ലാം അടക്കി ഭരിക്കുന്നവൻ. അവനാണ് എല്ലാ ആലിമുൽ ഗൈബും, അവനാണ് ഏറ്റവും വലിയ സമീ, അവനാണ് ഏറ്റവും വലിയ ഖരീബ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ വിഷമങ്ങൾ റബ്ബിലേക്ക് നമ്മൾ പറയുക. വഫാത്താകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഈ തൗഹീദിന്റെ ദീപശിഖ കെടുത്താതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. എന്ത് ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടെങ്കിലും കുല്യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, സ്വന്തം നേഹങ്ങളോട് ഏറ്റവും വലിയ അക്രമം ചെയ്ത എൻ്റെ അടിമകളെ, അള്ളാഹുവിന്റെ കാലത്ത് തൊട്ട് നിങ്ങൾ നിരാശപ്പെടണ്ട. മാത്രമല്ല അല്ലാഹു തആല പറഞ്ഞു, യഗ്ഫിറു ദുനൂബ ജമീഅ, എത്ര വലിയ പാപങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ അല്ലാഹു തആലയിലേക്ക് കൈനീട്ടിക്കോളി. അല്ലാഹ് ട്രാൻസ്ഫോമർ അല്ല. മൂല്യമാര് പറഞ്ഞ അല്ലാഹു ട്രാൻസ്ഫോമർ പോലെ നേർക്ക് നേരെ കറണ്ട് എടുത്താൽ ആ വയറും ബൾബും ഒക്കെ അടിച്ചു പോകുന്ന, അപ്പൊ അതിന് നമ്മൾ പോസ്റ്റും ഇലക്ട്രിക് ലൈനും മീൻ സ്വിച്ചും ഫീസും സംവിധാനങ്ങളും വെക്കണ പോലെയാണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ എന്നാണ്. പടച്ച റബ്ബിനെ ഈ രൂപത്തിൽ ഉദാഹരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വത്തെ ചെറുതാക്കി കളയുകയും അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് ജനങ്ങൾ അടുപ്പിക്കുകയും ചെയ്തതിനു വേണ്ടിയുള്ള ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നവർ വേഷവിധാനത്തിൽ ചിലപ്പോൾ കാണാൻ ഭംഗിയുണ്ടാകും. അവരുടെ ഇബാറത്തുകളും അവരുടെ ശബ്ദങ്ങളും അവരുടെ ആവാഹങ്ങളും ഉഷാറാകും. അവരുടെ പള്ളികളും അവരുടെ ദർസുകളും അവരുടെ സ്ഥാപനങ്ങളും ഒക്കെ വലിയ ഉഷാറാകും. അവർ കയറി വരുമ്പോൾ മണിക്കാളയെ അറക്കാൻ കൊണ്ടുവരുന്ന മാതിരി തക്ബീർ ചൊല്ലാൻ 10,000 ഉണ്ടാവും. പക്ഷേ നാളെ ആഖിറത്തിൽ ഇതേ ആളുകൾ തന്നെ ഈ ഉലമാക്കളുടെ മുഖത്തേക്ക് നോക്കി, ഈ പുരോഹിതന്മാരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർ ഞങ്ങളെ വഞ്ചിച്ചു റബ്ബേ, അവർ ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ തെറ്റിച്ചു കളഞ്ഞു അല്ലാഹ്, അതുകൊണ്ട് റബ്ബന ആതിഹിം ളഅഫൈൻ മിനൽ അദാബ്, ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ 2 ഇരട്ടി നീ അവർക്ക് കൊടുക്ക് റബ്ബേ എന്ന് അവിടെ വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ചിന്തിക്കാനുള്ള അല്ലാഹു തആല തലച്ചോറും ഹൃദയവും കണ്ണും കാതും നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാർ സോഷ്യൽ മീഡിയകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രമാണവിരുദ്ധമായ ഈ പ്രവർത്തനത്തെ സഹോദരങ്ങളെ തിരിച്ചറിയണം. എന്നിട്ട് നമ്മൾ അല്ലാഹു തആലയുടെ റഹ്മത്തിലേക്ക്, അവന്റെ കാരുണ്യത്തിലേക്ക് നമ്മൾ മടങ്ങണം. ആ റബ്ബിനെ നമ്മുടെ അത്താണിയായി നമ്മൾ കാണണം, വക്കീലായി നമ്മൾ കാണണം. അവനാണ് നമ്മുടെ സംരക്ഷകൻ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഘട്ടത്തിലും അള്ളാഹുവിന്റെ ഹബീബിനെയോ ഒരു സ്വാലിഹീങ്ങളെയോ ഒരു ബദരീങ്ങളെയോ ഒരു ഹുദീങ്ങളെയോ ഒരു മനുഷ്യനെയോ ഞാൻ വിളിച്ച് സഹായം തേടുകയില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അവനോട് മാത്രമേ സഹായം തേടുള്ളൂ. ഈ കരാർ ഞാൻ പൂർത്തിയാക്കും. എന്നാൽ ആലമു ഷഹാദ എന്ന ഈ ഭൗതിക ലോകത്ത് മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യകാരണ ബന്ധത്തിനകത്തുള്ള സഹായത്തേട്ടങ്ങൾ ധാരാളം നടത്താൻ അള്ളാഹു കൽപ്പിച്ചു. അതിന് ഖുർആൻ നമ്മളെ പ്രോത്സാഹിപ്പിച്ചു, ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോടും സ്വഹാബത്ത് റസൂലിനോടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തേടിയിട്ടുണ്ട്. ആ സഹായത്തേട്ടം ഇബാദത്തിന്റെ പരിധിയിലുള്ള ഇസ്തിഗാസയല്ല, അതൊരിക്കലും തന്നെ അള്ളാഹുവിന്റെ റസൂലോ ഖുർആനോ എതിർത്ത ശിർക്കാണെന്ന് പറഞ്ഞ തവസ്സുലല്ല, ഇസ്തിശ്ഫാ അല്ല. അത് നമുക്ക് ജായിസാണ്, അത് പുണ്യകർമ്മമാണ്. എന്നാൽ ഈ പറഞ്ഞ ഇസ്തിഗാസയും ഇസ്തിശ്ഫാവും ഈ തശഫുകളും ഒരിക്കലും പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എത്ര വലിയ ഹോജ പറഞ്ഞാലും ഖുർആനിലുണ്ടോ സ്വഹീഹ് ഹദീസിലുണ്ടോ അതിനെ മനസ്സിലാക്കിയ സ്വഹാബത്തിന്റെ മനഹജിലുണ്ടോ ആ ഇജ്മാഅ് നമ്മൾ അംഗീകരിക്കും. ഇല്ലേ എത്ര വലിയ പണ്ഡിതന്മാർ പറഞ്ഞാലും അവരുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ആ ഉദ്ധരണി മാറ്റിവെച്ച് നമ്മൾ എന്ത് ചെയ്യും? അഹ്ലുസുന്നയെ സ്നേഹിക്കും. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.